മോനെ, ആരതിമോളെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി നീ ഇത്രയും വലിയൊരു കള്ളത്തരം എന്നോട് പറയണായിരുന്നു. എന്റെ അച്ഛമോള് ജീവനോട് ഇരിപ്പുണ്ടെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ? അല്ല, ഞാൻ പറഞ്ഞ സത്യം. ഞാനിത് വിശ്വസിക്കണമെങ്കിൽ അമ്മയുടെ തല തൊട്ട് നീ സത്യം ചെയ്യണം. എങ്കിലും ഞാനിത് വിശ്വസിക്കത്തുള്ളൂ. സത്യം, അമ്മയുടെ അച്ഛനോട് ജീവിച്ചിരിപ്പുണ്ട്. അമ്മ, വെള്ളം ഉണ്ടാക്കരുത്. നെഞ്ചിനുള്ളിൽ ഈ സത്യം ഒളിപ്പിച്ച് നിങ്ങളുടെയൊക്കെ മുമ്പിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായെന്നറിയാമോ? ഇനി ഭാരം കൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ. പക്ഷെ നമ്മളല്ലാതെ വേറെ ആരും ഇത് അറിയാനും പാടില്ല. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എത്ര വർഷമാടാ നമ്മളെല്ലാം നമുക്ക് വേണ്ടി തീ തിന്നാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞിട്ട് നീ എന്താണ് ഇതുവരെ ഞങ്ങളോട് മറച്ചു വെച്ചത്? എവിടെയാ എന്റെ കുഞ്ഞുള്ളത്? നീ എന്താണ് പിന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്? എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. എനിക്കെന്റെ കുഞ്ഞിനെ കാണണോടാ. എനിക്ക് ഇപ്പൊ അമ്മ അവളെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് താങ്ങാനുള്ള കരുത്ത് അമ്മയ്ക്ക് ഉണ്ടാവണം. അമ്മ വിചാരിക്കുന്ന പോലെ ഒരു സാഹചര്യത്തിലല്ല അവളിപ്പോ ഉള്ളത്. എന്താ? അവളിപ്പോ മറ്റൊരു പേരിൽ, മറ്റൊരു കുടുംബത്തിൽ, മറ്റൊരാളുടെ ഭാര്യയായിട്ടാ ജീവിക്കുന്നത്. എന്നാ നിങ്ങൾ കാണിച്ചേ? ആരാ നിങ്ങള്? മോളോ വാ. ഇത് വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി. കുറച്ചു നേരം മുൻപ് ഞാൻ സമൃദ്ധയോട് മോളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഇടയ്ക്ക് രണ്ടുപേരും കൂടി എന്റെ കാര്യം സംസാരിക്കാറുണ്ടല്ലേ? അല്ല, എന്നിട്ട് സമൃദ്ധ എവിടെ? മുറിയിലുണ്ട്. മോളിരിക്കെ, ഞാൻ ഇപ്പൊ വിളിക്കാം. വേണ്ട, ഞാനൊരു കേസിന്റെ കാര്യത്തിൽ ഗോകുലിനെ കാണാനാ വന്നത്. ആദ്യം ഞങ്ങളൊന്ന് സംസാരിക്കാം, എന്നിട്ട് സമൃദ്ധ വിളിച്ചാൽ മതി. ഗോകുൽ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നിങ്ങളെ സംസാരിച്ചിരിക്കെ, അപ്പോഴേക്കും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാനായിട്ട് ആരോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്ന ഈ കേസ്. എനിക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതെല്ലാം എന്നും അടഞ്ഞുപോയ അധ്യായങ്ങളാ. പക്ഷേ തീർപ്പാക്കാത്ത ചില കണക്കുകൾ ബാക്കിയുണ്ടെങ്കിലോ?
അങ്ങനെ വരുമ്പോ അടഞ്ഞ അധ്യായങ്ങൾ വീണ്ടും തുറക്കപ്പെടുന്നത് സ്വാഭാവികമല്ലേ? ഗോകുൽ, എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കണം. വരൂ. ഒരു ലീഗൽ മെറിറ്റും നിങ്ങൾക്ക് ഈ കേസിലില്ല. എനിക്കെന്നല്ല, ഒരു വക്കീലിനും ഈ കേസിൽ നിങ്ങളെ സഹായിക്കാനാവില്ല. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളൊപ്പം നിൽക്കും? എന്നെ സഹായിക്കാൻ ഗോകുലിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എങ്ങനെ? നോ, ഈ കേസിൽ സർക്കാർ നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് ഞാൻ. പ്രതിഭാഗത്ത് നിൽക്കുന്ന നിങ്ങൾ എന്നെ കാണാൻ വന്നത് തന്നെ തെറ്റ്. സോറി, ഐ എം ഹെൽപ്ലെസ്. കോടതി നിയമമൊന്നും ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ. ഈ കേസ് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഗോകുലിന് പിന്മാറിക്കൂടെ? അതും ഒരു സഹായമാണ്. ഒരു സുഹൃത്തെന്ന നിലയിൽ അത്രയെങ്കിലും ഗോകുൽ എനിക്ക് വേണ്ടി ചെയ്യണം. നെവർ.